ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് പറയുന്നത് ഒരു 3 ഇയർ ഡിഗ്രി വിത്ത് ഒരു കോഴ്സാണ്. അതായത് ഒരു മെഡിക്കൽ ഫീൽഡ് പരമായിട്ടുള്ള ഒരു കോഴ്സിൻ്റെ വിത്ത് ഒരു ഡിഗ്രിയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇതിലൊരു ഇന്റേൺഷിപ്പ് അലോഡ് ആണ്. അതായത് ഈ പഠനകാലത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു 6 മന്ത് ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അതായത് ഒരു 2-3 മാസം മുന്നേ ഇരുന്ന സംഭവം. അതായത് ഞങ്ങൾ സെക്കൻഡ് സെമ്മ് കഴിഞ്ഞൊരു ഹാഫൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു 6 മന്തിൻ്റെ ഇന്റേൺഷിപ്പിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കണ്ട് വർക്ക് ചെയ്യുക. അതായത് സാധാ ആസ് എ എംപ്ലോയി, അതായത് സാലറി മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി നമുക്ക് 9 to 6 കാരണം എല്ലാ ദിവസവും പോകേണ്ടി വരും. സൺഡേ മാത്രമേ ലീവ് ഉണ്ടാവുള്ളൂ. സാധാ ഒരു എംപ്ലോയിനെ പോലെ രാവിലെ പോവുക, അവിടുത്തെ വർക്കുകാർ കാര്യങ്ങളൊക്കെ ചെയ്യാം. വൈകിട്ട് 6 മണി 6 മണി വരെ ഉണ്ടാവും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അതായത് ഞങ്ങൾ കോഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അങ്ങനെ ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ റിയലൈസ് ചെയ്തത് അവിടുത്തെ വർക്കും കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണ് ഈ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ജോലിക്കാണ് എത്തുക. അതായത് ഞാൻ കറക്റ്റ് അവിടേക്ക് എത്തി. അതായത് എനിക്ക് മനസ്സിലായി ഈ ജോലി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഈ 3 കൊല്ലം കഴിഞ്ഞാൽ ഇത് കിട്ടാൻ പോണ പൊസിഷൻ അല്ലെങ്കിൽ ഞാൻ കയറാൻ പോണ ജോലി ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. ബട്ട് ദർ ഈസ് എ വൺ റോങ് തിങ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ എനിക്ക് കിട്ടാൻ പോണ ലൈഫ് സ്റ്റൈലും ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ, അതായത് ഞാൻ മനസ്സിലാക്കിയല്ലോ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ നിലയ്ക്കാണ് ഞാൻ എത്തുക, ഈ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ ഈ റെസ്പോൺസിബിലിറ്റി ഇന്ന ജോലിയാണ് എനിക്ക് കിട്ടുക മനസ്സിലായി. പക്ഷേ ആ ജോലിയും എനിക്ക് കിട്ടാൻ പോകുന്ന ജോലിയും അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും എനിക്കൊരു ഫ്യൂച്ചർ ലൈഫിലേക്ക് നമുക്കൊരു ഓവർവ്യൂ ഉണ്ടാവുമല്ലോ, ഒരു വിഷൻ, അതും തമ്മിൽ ഒരു തമ്മിലൊരു ബന്ധമല്ലായിരുന്നു. കാരണം എനിക്ക് കൂടുതൽ ആഗ്രഹമുള്ളത് കുറെ ക്രിയേറ്റീവായിട്ടുള്ള വർക്ക്, നമ്മൾ എവിടെ വർക്ക് ചെയ്യണം, എന്ത് വർക്ക് ചെയ്യണം, എപ്പോൾ വർക്ക് ചെയ്യണം, അതിൽ എത്ര ടൈമിലേക്ക് വരെ വർക്ക് ചെയ്യണം, എന്ത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വർക്ക് ചെയ്യണം, ആര് എപ്പോൾ പറയുമ്പോൾ വർക്ക് നിർത്തണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അതായത് ഒരു ഓട്ടോണമി ഉണ്ടാവുമല്ലോ, നമുക്ക് നമ്മളെ കാര്യങ്ങൾ തന്നെ തീരുമാനിക്കാൻ, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു ടൈം ഫ്രീഡം, ഒരു ലൊക്കേഷൻ ഫ്രീഡം. ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ ലൈഫ് സ്റ്റൈല്. കുറേ പൈസ ഉണ്ടാക്കാതിന് പകരം നമുക്ക് കുറേ ഫ്രീ ആയിട്ടുള്ള വർക്കുകൾ, നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങൾ, അതുപോലെ തന്നെ കുറേ ഫ്രീ ടൈം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കുറച്ചൊക്കെ ടൈം ബ്രേക്ക് എടുത്താണ് നമ്മളൊരു ട്രിപ്പൊക്കെ പോകുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ഇവിടെ അതിനുള്ള ചാൻസ് ഇല്ല. ആകെ ഒരു സൺഡേ ലീവ് ഉണ്ടാവുള്ളൂ, സൺഡേയും ചിലപ്പോൾ ലീവ് ഉണ്ടാവുള്ളൂ. എന്നാൽ നേരെ മറിച്ചാണെങ്കിലും നമുക്ക് 9 hours ഡെയിലി വർക്ക് ഉണ്ടാവും. ഫിനാൻഷ്യൽ സാലറി കുറവ് കാരണം ടൈം ഫ്രീഡം അല്ല, ലൊക്കേഷൻ ഫ്രീഡം അല്ല. ഒരാൾ പറയുന്ന അടിയിൽ കീഴിൽ നിൽക്കണം. നമ്മൾ ഉദ്ദേശിച്ച ഒരു സംഭവം ആ ജോലി ചെയ്യുന്നതിൻ്റെ അടിയിലില്ല. നമ്മളൊരാൾ പൈസക്കും വേണ്ടി ഒരു സാലറിക്കും വേണ്ടി മാത്രമേ നമ്മൾ ചെയ്യണ മാതിരിയായി. സോ അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു ഇതിൻ്റെ ലൈഫ് പാത്തല്ല. ബട്ട് ഞാൻ എൻ്റെ കോഴ്സ് കിട്ടിയതില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ക്ലാസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ബട്ട് കാരണം എന്താ വെച്ചാൽ ഒരു ഹാഫ് എത്തിക്കണം. ഞാനിപ്പോൾ കോഴ്സ് ചെയ്ത് ഒരു 1.5 year എത്തി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. പക്ഷേ നമ്മളപ്പോൾ അത് കിഫ്റ്റ് ചെയ്യണത് ഇതൊക്കെ നമ്മുടെ പാരൻസിനൊക്കെ ഒരു അത്രയും നമ്മൾ കാശും കാര്യങ്ങളൊക്കെ മുടക്കിയതുകൊണ്ട് ഞാൻ ക്വിറ്റ് ചെയ്തില്ല. എന്തായാലും ഡിഗ്രി കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി. ബട്ട് അതിൻ്റെ അടിയിൽ കൂടെ എനിക്ക് ഉദ്ദേശിച്ച എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഇതാണ് എൻ്റെ യൂട്യൂബ്. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ ടു ലൈവ് യുവർ ലൈഫ് വിച്ച് യു വാണ്ട്. അതായത് നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മൾ എത്തിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലും നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആ ലൈഫ് സ്റ്റൈൽ അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം, ആ ഒരു ഡ്രീംസ്, ആ ഗോൾസ് എങ്ങനെ നമുക്ക് ചേസ് ചെയ്യാം, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങളിലൂടെ എങ്ങനെ ജീവിക്കാം. സോ ഫസ്റ്റത്തെ സംഭവം തന്നെയാണ് ഡു സംതിങ് വിച്ച് യു ലവ്, ഡോണ്ട് ഫോളോ യുവർ പാഷൻ. അതായത് എല്ലാ ആൾക്കാരും പറയുന്ന സംഭവമാണ്, അഡ്വൈസ് കൊടുക്കുന്ന സംഭവമാണ്. അതായത് കുറച്ചൊക്കെ വലിയ നിലയില്ലാത്ത ആൾക്കാർ പറയുന്ന സംഭവമാണ് ഫോളോ യുവർ പാഷൻ. പക്ഷേ റിയാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർക്കും ഓലെ പാഷൻ എന്താ അറിയില്ല. എല്ലാ ആൾക്കാരുടെ വിചാരം ഈ പാഷന് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ സ്കില്ല്, കഴിവ് എന്നൊക്കെ പറയുമല്ലോ, എനിക്ക് നല്ല കഴിവ് ഉണ്ടാവും കൊണ്ട് ലൈഫിൽ സക്സസ് ആയി എന്നൊക്കെ പറയുമല്ലോ. എല്ലാവരും വിചാരം ഈ സംഭവം നമ്മൾ ലൈഫിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന സംഭവമാണ് എല്ലാവരും വിചാരം. ബട്ട് അതല്ല. ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ എടുത്താൽ നോക്കുകയാണെങ്കിൽ ഈ ഹനാൻഷ, ആൾക്ക് ജനിച്ചപ്പോൾ തന്നെ പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരിക്കാം. ബട്ട് മൂപ്പര് അത് റിയലൈസ് ചെയ്തിട്ടില്ല. മൂപ്പര് ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ വഴി അല്ല, എനിക്ക് പോകേണ്ട വഴി വേറെയാണെന്ന് മനസ്സിലാക്കി. മൂപ്പര് കൈവാടം ഉണ്ടാവും, ആ പാട്ട് പാടല്ലാതെ ആ ഒരു മേഖലയ്ക്ക് ചെറിയൊരു കൈവാടം ഉണ്ടെന്നുണ്ടെങ്കിലും ബട്ട് ബാക്കി ഒരു 19% മൂപ്പരെ ഹാർഡ് വർക്കും മൂപ്പരെ റെപ്യൂട്ടേഷനും ആ സമ്പത്മേലുള്ള ഒരു അഡിക്ഷനും ആ ഒരു ഗോൾ ചേസ് ചെയ്യാൻ ആ ഒരു ഡ്രീം ലൈഫ് ജീവിക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മൂപ്പരിട്ട് വർക്കിന്റെ എഫേർട്ടിന്റെ റിസൾട്ടാണ് മൂപ്പരിപ്പോൾ ജീവിക്കുന്ന ലൈഫ്.
സോ എന്നതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോൾ, അതായത് ഹനാഷക്ക് ഇഷ്ടമുള്ള സംഭവം എന്തായിരുന്നു, പാട്ട് പാടുക. അപ്പം പാട്ട് പാടി വന്നപ്പോൾ എന്തായി, ഓനൊരു ഉദ്ദേശിച്ച ലൈഫ് സ്റ്റൈലിലേക്ക് മാറി. സോ അപ്പം ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, എനിക്ക് യൂട്യൂബ് വലിയൊരു പാഷനൊന്നും അല്ലായിരുന്നു, ബട്ട് ഇപ്പം എൻ്റെ പാഷനായി മാറി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് തന്നെ യൂട്യൂബിൻ്റെ പാഷനാണെന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതല്ല. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് സംഭവങ്ങൾ. അതായത് ഹെൽത്തിലെ ഫോക്കസ് ചെയ്യാം, നമ്മളെ കാര്യങ്ങൾ ബെറ്റർ ആക്കി കൊണ്ടുപോകുക, ഒരു ദിവസം നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് ഇത്ര മണിക്ക് എണീക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഫാമിലിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, സോഷ്യലൈസിങ്, ആൾക്കാരോട് വർത്താനം പറയുക, നമ്മുടെ ബോഡിനെ കെയർ ചെയ്യുക, പെർഫോമൻസ്, എനർജി, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, ഇതിനൊക്കെ കുറിച്ച് പഠിച്ചാലും ഇതൊക്കെ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാനും ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് ചെറുപ്പം മുതൽ. പിന്നെ എനിക്ക് വേറൊരു സംഭവം ഇഷ്ടപ്പെട്ട സംഭവമാണ്, നമ്മൾ എന്ത് സംഭവം പഠിച്ചാലും അത് മറ്റൊരാൾക്ക് ടീച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ ഈ ഡിസിപ്ലിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബിൽ ടീച്ച് ചെയ്യും. സോ അങ്ങനെ ഇത് രണ്ടും കൂടി ഞാൻ ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. സോ ഇപ്പം എന്തായി, അതിൻ്റെ പാഷനായി മാറിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി ഡു സംതിങ് വിച്ച് യു ലവ്. അതായത് നമുക്ക് എന്ത് ഇഷ്ടപ്പെട്ട സംഭവമാണ്, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ പെറ്റ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അതായത് മൃഗങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ഫുഡ് ബ്ലോഗേഴ്സ്, ഓരൊക്കെ എന്താ, ഓരോ അങ്ങനെ സംഭവങ്ങൾ, അതായത് ഓരോ ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഫുഡ് ഓരോ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ കഴിക്കണു, അതിൻ്റെ വ്ളോഗ് ഇടുന്നു, ഓരോ അതിന് പ്രൊമോഷൻ ഇടുന്നു. സോ അങ്ങനെ അതായത് നമുക്ക് എന്ത് ഇഷ്ടപ്പെട്ട സംഭവം, ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാൻസ് കളിക്കുക, പാട്ടിടുക, റൈറ്റിങ്, അതുപോലെ തന്നെ ഡിസൈനിങ്, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും സംഭവം നമ്മൾ ചെയ്ത് അങ്ങനെ റിപ്പീറ്റേഷൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു സമയത്ത് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇതാണ് നമ്മുടെ പാഷന്, ഈ വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. സോ രണ്ടാമത്തെ സംഭവമാണ് ഡോണ്ട് ടേക്ക് അഡ്വൈസസ് ഫ്രം വു ഹാവ് നോ ലൈഫ് വിച്ച് യു ആൻഡ്. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാത്ത ഒരാളടുത്ത് ഒരിക്കലും അഡ്വൈസസ് എടുക്കരുത്. ഈവൻ ഇഫ് യുവർ പാരൻസ്. അതായത് എല്ലാവർക്കും അഡ്വൈസസ് തരാൻ ഈസിയാണ്. നീ ഇത് ചെയ്തോ, ആ കോഴ്സ് എടുത്തോ, ഇത് കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്തോ, അല്ലെങ്കിൽ ഈ സംഭവം ചെയ്തോ, കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പാത്ത് ചൂസ് ചെയ്തോ, ഒരു ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ അങ്ങനെ കഴിക്കോ. അപ്പം എല്ലാവർക്കും ഇത് തരാൻ ഉഷാറാണ്. പക്ഷേ ഓരൊക്കെ ജീവിക്കുന്ന ലൈഫ് എങ്ങനെയായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ അഡ്വർടൈസ്മെന്റ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ്ട് ഓരോരുത്തർ അഡ്വർടൈസ് ചെയ്യും. ഇപ്പോൾ ഈ ആസിഫ് അലി ഓരൊക്കെ ഈ ഓരോ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ്ട് എടുത്തോ, അല്ലെങ്കിൽ MBBS എടുത്തോ എന്നൊക്കെ ഓരോ ഫ്ലെക്സിൽ ഓലെ പരസ്യം ചെയ്യുമല്ലോ ഓലെ വെച്ചാണ്ട്. ബട്ട് ഓലൊക്കെ ജീവിക്കുന്ന ലൈഫ് എന്താ ശരിക്കും ആസിഫ് അലിയൊക്കെ, ഓലൊക്കെ പൈസ ഓട്ടോമേറ്റ് ചെയ്ത ആൾക്കാരാണ്. മനസ്സിലായോ? ഓർക്ക് ഓരോ സമയം അവിടെ കൊടുക്കണമെന്നില്ല. അതായത് ഓല് പഠിച്ചാണ്ട് നേടിയ ജോലിയൊന്നും അല്ല. ഓല് ആക്ടേഴ്സാണ്. ഓല് വല്ല പാട്ടൊക്കെ സ്പോട്ടിഫൈയിൽ ഇട്ടേക്കും. സോ ഓൾക്ക് പൈസ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷേ ഇവർ അഡ്വർടൈസ് ചെയ്യുന്നതാണ് ഇങ്ങനെ കുറച്ച് പഠിച്ചാണ്ട് ഒരാളുടെ കീഴിൽ പണിയെടുക്കാൻ. സോ ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഏതൊരു മേഖലയിലായാലും നിങ്ങളിപ്പോൾ ഏത് മേഖലയിൽ പോകും, ഇപ്പോൾ യൂട്യൂബിലായാലും ബിസിനസ്സിനായാലും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിലായാലും, അപ്പോൾ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലായാലും, ഏതൊരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ആയാലും നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്ന സംഭവത്തിലായാലും അതിൽ ലൈഫിൽ അത് അച്ചീവ് ചെയ്ത് ആ ലൈഫ് ജീവിക്കുന്ന ഒരാളുണ്ടാവും, എന്തായാലും ഒരാളുണ്ടാവും. പിന്നെ അത് കൂടുതൽ കാണാത്തത് ഈ ഓണ്ടർപ്രണേഴ്സിൻ്റെ അടിയിലാണ്. അതായത് പുതിയ സംഭവങ്ങൾ തുടങ്ങുന്ന ആൾക്കാരുടെ അടിയിലാണ്. ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി ലൈഫിൽ ശരിയായ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരിന് എന്ത് ചെയ്യുക, അഡ്വൈസ് എടുക്കുക. എന്തൊക്കെ ഫെയിലിയറാണ് നേരിട്ടത്, ഇന്നൊരു സംഭവം തുടങ്ങുമ്പോൾ എന്തൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, എന്തൊക്കെ നമ്മൾ മുൻ പ്രയോറിറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും, ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, അങ്ങനത്തെ അഡ്വൈസസ് ഒക്കെ നമ്മളെ ഉദ്ദേശിച്ച ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളെടുത്ത് നിൽക്കുക. സോ ലാസ്റ്റത്തെ ഒരു സംഭവം പറയാം. ഡു വാട്ട് യു ക്യാൻ വിത്ത് വാട്ട് യു ഹാവ് ആൻഡ് വെയർ ആർ യു ആർ. ഒരിക്കലും എന്ത് ചെയ്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെട്ട സംഭവങ്ങളെ ചെയ്യൽ തുടത്തി. അതായത് ഇപ്പോൾ ഡു സംതിങ് ഞാൻ പറഞ്ഞല്ലോ വിച്ച് യു ലവ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ ചെയ്യൽ തുടത്തിയും. അതുപോലെ തന്നെ നിങ്ങൾ നല്ല ആൾക്കാരിൽ നിന്ന് അഡ്വൈസ് എടുക്കൽ തുടത്തി. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ട റോഡ് മാപ്പ് കിട്ടി, ഗോള് കിട്ടി. ബട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ ഒരു ക്യാമറ കിട്ടട്ടെ, അല്ലെങ്കിൽ നല്ലൊരു മൈക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റുഡിയോ എൻവയോൺമെൻ്റ് ഒക്കെ കിട്ടട്ടെ. സോ ഒരിക്കലും ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ് ടൈം. കാരണം എന്താ വെച്ചാൽ പെർഫെക്റ്റ് ടൈം പറയുന്ന സംഭവം നമ്മളിലേക്ക് അങ്ങനെ ഒറ്റയടിക്ക് വരുന്നതല്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഈ റെപ്യൂട്ടേഷന്, അതുപോലെ തന്നെ നമ്മൾ ആ ഗോളിനോടുള്ള ആ ഒരു എത്രത്തോളം നമുക്ക് ആ ഒരു ആ ഗോൾ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ നമുക്കില്ല ഒരു റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ആയാലും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡ്രീം ബിഗ് ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ മൈക്കും സെറ്റപ്പും കാര്യങ്ങളും, അതുപോലെ തന്നെ ക്യാമറ എൻവയോൺമെൻറ്റോ സ്റ്റുഡിയോ കാര്യങ്ങളോ, അല്ലെങ്കിൽ കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നോളജോ അതിൻ്റെ കൈകൊണ്ടായിട്ടൊന്നല്ല. ബട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, അതിനെങ്ങനെ സ്കെയിൽ ചെയ്യുക, ഓരോ സംഭവങ്ങളും ഇമ്പ്രൂവ് ചെയ്യുക.
പിന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് എങ്ങനെ നിൽക്കുക. സോ ഒരിക്കലും പെർഫെക്റ്റ് ടൈം ഞാൻ പറഞ്ഞാൽ ഈ പെർഫെക്റ്റ് ടൈം ഇതാണ് എല്ലാവരും ലാക്ക് ചെയ്യുന്ന ഒരു സംഭവം. എല്ലാവർക്കും അറിയാം ഏതാ ഗോളിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. ബട്ട് ഓലൊക്കെ ലാക്ക് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ പെർഫെക്റ്റ് ടൈം വരട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഒന്നും കൂടി അത് റെഡി ആവട്ടെ, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി വരട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു സംഭവം എൻജോയ്മെന്റ് കിട്ടട്ടെ, കുറച്ച് പൈസ കിട്ടട്ടെ. ബട്ട് എന്താണ് നിങ്ങളുടെ കയ്യിൽ റിസോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, ആ സംഭവത്തിന് വെച്ച് തുടങ്ങുക. എന്നിട്ട് അതിൽ ഇമ്പ്രൂവ് ചെയ്യുക. അതിൻ്റെ ഫെയിലിയേഴ്സ്, അതിൻ്റെ മിസ്റ്റേക്സ് മനസ്സിലാക്കുക. എന്നിട്ട് വലിയ 1% ഡെയിലി വെച്ച് ബെറ്റർ ആക്കുക. സോ വീഡിയോ ഫുള്ളായി തരുന്നു. സി യു ഇൻ ദി അനദർ വീഡിയോ.